ഹായ് കൂട്ടുകാരെ, എല്ലാവരും ചായ കുടിച്ചോ? ഞാൻ എന്തായാലും ഒരു ചായ ഇടാൻ ബൂസ്റ്റ് ചായ. ഇപ്പം ഇന്ന് കുടുംബശ്രീയിലെ വാർഡ് തല യോഗം 2 മണിക്കുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ പോയിട്ട് നമ്മൾ പാലും ബൂസ്റ്റൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും. അപ്പോൾ വിചാരിച്ച് ചായ ഇടാം, ചായ ഇട്ട് ബൂസ്റ്റ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അടുപ്പൊക്കെ കത്തിച്ച് വെള്ളം അങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ വെള്ളം അവിടെ നിന്ന് തിളക്കിയിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. പെട്ടെന്ന് തിളക്കും. ഓക്കെ, ബൂസ്റ്റും 1 ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പാലിൽ 2 ഗ്ലാസ് വെള്ളവും നമുക്ക് 3 പേർക്കുള്ളത് ചായ. 10 രൂപ 2 ബൂസ്റ്റ്. 1 പാക്കറ്റ് മതി, 2 പാക്കറ്റ് വേണ്ട, 1 പാക്കറ്റ്. അപ്പോൾ നമുക്ക് വെള്ളം തിളക്കട്ടെ. അപ്പോൾ തേയിലയും ഇട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങളൊക്കെ ചായ കുടിച്ചോ? സ്നാക്ക് എന്തുണ്ടായിരുന്നു? ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വാർഡ് തലയോഗം ഉണ്ടായിരുന്നു. കിളിമാനൊരു വിളക്കാട്ട് പോകണം. അങ്കനവാടിയിൽ ഒരു കുടുംബശ്രീയിൽ വെച്ചായിരുന്നു. അങ്ങനെ അതിനൊക്കെ പോയിട്ട് വന്നു. കുടുംബശ്രീയിൽ പോയി. ചേച്ചിമാരൊക്കെ കുടുംബശ്രീയിലൊക്കെ ഉണ്ടോ? അമ്മമാരും താത്തമാരൊക്കെ? അപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളം ചൂടാകട്ടെ. വെള്ളം ചൂടാകുന്നുണ്ട്. നമുക്കൊരു കപ്പിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇടാം. ഇതിപ്പോൾ ഞാൻ സ്പൂണിന് ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കാട്ടും നമുക്ക് ഇതിനേക്കാളും നല്ലത് കൈ കൊണ്ട് പാട്ടയിൽ തട്ടാണ് നല്ലത്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊക്കെ ചായ കുടിച്ചോ? കോഫി കുടിച്ചോ? കട്ടൻ കുടിച്ചോ? സ്നാക്കിനൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നു? ഞാനിവിടെ ഇങ്ങനെ വാർഡ് തല യോഗത്തിന് പോയിട്ട് വന്നപ്പം പാലും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. നിങ്ങൾക്കൊക്കെ വാർഡ് തല യോഗം ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞങ്ങൾ കുടുംബശ്രീ കൂടുന്നത്. ചില കുടുംബശ്രീക്കാരും ശനിയാഴ്ചയാണ്. അപ്പം അവിടെ യൂട്യൂബേഴ്സ് എപ്പോഴാണ് കുടുംബശ്രീ കൂടുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ ചാനലാണ്. വെള്ളം തിളയ്ക്കുന്നുണ്ടോ നോക്കാം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് തേയില ഇട്ട് കൊടുക്കാം. 1 2 3 സ്പൂൺ തേയില ഇട്ട് കൊടുത്തു. ഓക്കെ, തിളക്കട്ടെ. ബൂസ്റ്റ് ഇടുന്നുണ്ട്. വലിയ കടുപ്പം വേണ്ട. ബൂസ്റ്റ് ചായ നല്ലതാണ്. അടിപൊളി ചായയാണ് ബൂസ്റ്റ് ചായ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുട്ടികൾക്കും അമീറിനും ആഷിക്കിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബൂസ്റ്റ് ചായ. ബൂസ്റ്റ് ചായ കുടിക്കുമ്പോൾ ഒരു തലവേദനയൊക്കെ മാറും. തലവേദന ഉണ്ടെങ്കിൽ തലവേദനയൊക്കെ അങ്ങ് മാറും ഗെയ്സ്. ഓക്കെ, അപ്പം വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ തിളക്കട്ടെ. പിന്നെ കപ്പിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാൻ തിളയ്ക്കുന്ന ചായയിൽ പഞ്ചസാര ഇടത്തില്ല കേട്ടോ. കരിഞ്ഞില്ല. ഇതിനെക്കാട്ടും നല്ലതാണ് കപ്പിൽ പഞ്ചസാര ഇട്ടിട്ട് അടിച്ചതിന് ശേഷം ബൂസ്റ്റ് ഇടുമ്പോൾ നല്ല ടേസ്റ്റിയായ ചായ കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചായ തിളയ്ക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ അടുക്കള, ഗ്യാസിൻ്റെ അടുക്കള. ഓക്കെ, ഇവിടെ എല്ലാം വലിക്കരിപ്പുണ്ട്. ചീമനെല്ലിക്ക. ഓക്കെ, ഉപ്പിലിട്ടതാണ്. അപ്പം നമ്മൾ ചായ തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാവേ. ഓക്കെ, നമുക്ക് ചായ എടുത്ത് അടിച്ച്. ചിലർക്ക് ആ ചായ നല്ലതുപോലെ അടിച്ച് പതിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷെ എനിക്കിഷ്ടമല്ല. ഇവിടെ എൻ്റെ ഇക്കാക്കൊക്കെ നല്ല ചായ ഇതുപോലെ പഞ്ചസാര ഇട്ടുകൊണ്ട് ഞാൻ സാധാരണ ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം അടിക്കണം. ഓക്കെ, നമുക്ക് അരിച്ചിട്ട് ബൂസ്റ്റ് കൊടുക്കാം. അപ്പോൾ ചായ കപ്പിലോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൂസ്റ്റ് എടുത്ത് പൊട്ടിച്ചിട്ട് കൊടുക്കാം ചായയിലോട്ട്. 10ൻ്റെ ബൂസ്റ്റാണ് കേട്ടോ, 5ൻ്റെ ബൂസ്റ്റും ഉണ്ട്. 3 ഗ്ലാസ് ചായക്ക് ഈ 10ൻ്റെ ഒരു ബൂസ്റ്റ്. ഇത്രയും വേണമെന്നില്ല, കുറച്ച് ഗ്ലാസ്സിലൂടെ ഇടാം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും, അടിപൊളി ടേസ്റ്റ്. ഓക്കെ ഗൈസ്, നിങ്ങളൊക്കെ ചായ കുടിച്ചോ, കോഫി കുടിച്ചോ? എൻ്റെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. വലിയ ഗ്ലാസ്സാണ് കേട്ടോ, നിറച്ച് ചായ. ചിലർക്ക് ഈ ചായ കുടിക്കുന്ന സമയമാകുമ്പോൾ ചിലർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരും. നമുക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും ചായ കുടിച്ചാൽ ഒരു ഹാപ്പിനെസ്. ചായ റെഡിയായി. നമുക്ക് ചായയുടെ കടി വേണ്ടേ, എന്തെങ്കിലും ഒരു മധുര പലഹാരം. ഇപ്പം സ്വീറ്റിനുണ്ട്. ഞാൻ വാർഡുതല യോഗത്തിന് കുടുംബശ്രീയിൽ പോയിട്ട് വന്നപ്പം പഞ്ചസാര വാങ്ങിക്കാൻ കയറി. ഇപ്പുറത്തൊരു ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്, 3 വാങ്ങിച്ചു. ഓക്കെ പ്ലീസ്. അപ്പോൾ ഹാപ്പി സൺഡേ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ. ഓക്കെ, ബൈ.